ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഞാൻ. വളരെ വളരെ തിരക്കായിരുന്നു. അതുകൊണ്ടാണ്. ഇന്നത്തേതും ഒരു മാംഗോ ഡിലൈറ്റ് ആണ്. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് എഗ്ലെസ് ആണ്. എനിക്ക് തലങ്ങും വിലങ്ങും വരുന്ന ഒരു ചോദ്യമാണ് എഗ്ലെസ് ചെയ്യാറുണ്ടോ എന്നുള്ളത്. എഗ്ലെസ് എപ്പോഴും ചെയ്യാറുണ്ട്, പക്ഷെ വല്ലപ്പോഴേ ആവശ്യം വരാറുള്ളൂ എന്ന് മാത്രം. ഇത് വീണയുടെ ഫാമിലിക്ക് ചെയ്ത കേക്കാണ്. വീണ കുറേ ആയിട്ടിപ്പം പല പല ഒക്കേഷൻസിനായിട്ട് പല പല കേക്ക്സായിട്ട് എഗ്ലെസ് വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ പിറന്നാളിന് നല്ലൊരു മാംഗോ ഡിലൈറ്റ് വേണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കേക്കാണ് നമ്മുടെ എഗ്ലെസ് മാംഗോ കേക്ക്. പിന്നെ എനിക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് സെക്ഷനിൽ വരുന്ന കമൻറ്റാണ്, ചേച്ചി എന്താണ് കേക്ക് വെറ്റ് ചെയ്യാത്തതെന്നുള്ളത്. ഇപ്പോൾ അവർക്കിത് കാണുമ്പോൾ ഒത്തിരി സമാധാനമാവുന്നുണ്ടാവും, ഓ ചേച്ചി വെറ്റൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളത്. ഇതിനുള്ള മറുപടി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇനിയിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അതെടുത്ത് പറയുകയാണ് വീണ്ടും. നമ്മുടെ കേക്ക് എന്തിനാണ് നമ്മൾ വെറ്റ് ചെയ്യണത്? കേക്ക് സ്പഞ്ച് സോഫ്റ്റാക്കി എടുക്കാനാണല്ലോ. അപ്പോൾ നമ്മുടെ കേക്ക് സ്പഞ്ച് അത്രയും സോഫ്റ്റ് ആണെങ്കിൽ അതിലേക്ക് വീണ്ടും എക്സ്ട്രാ എന്തെങ്കിലും സിറപ്പൊക്കെ ആഡ് ചെയ്തിട്ട് അതിനെ വെറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ അത്രയും മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, ബട്ടർ കേക്കാണ് നമ്മൾ കേക്ക് സ്പഞ്ചായിട്ട് യൂസ് ചെയ്യണത്. യൂഷ്വലി അത് എഗ് ബേസ്ഡ് ആണ്. അതുകൊണ്ട് പിന്നെ ഡയറക്റ്റ്ലി നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ എഗ്ലെസ് കേക്കാണല്ലോ ചെയ്യുന്നത്. എഗ്ലെസ് സ്പഞ്ചും അത്ര തന്നെ സോഫ്റ്റാണ് കേട്ടോ. ഇപ്പം നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, തുടക്കത്തിൽ ഞാൻ എടുത്ത് മടക്കണു, അങ്ങനെ ചെയ്യണു ഇങ്ങനെ ചെയ്യണു. ഇത് നിങ്ങൾക്ക് അതിൻ്റെ സോഫ്റ്റ്നെസ് കാണിച്ചു തരാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിയാണ്. പക്ഷേ എഗ് ബേസ്ഡും എഗ്ലെസ്സും വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും എക്സ്ട്രീം സോഫ്റ്റായിട്ട് എക്സ്ട്രീം മോയിസ്റ്റ് ആയിട്ടുള്ള കേക്ക് എഗ് ബേസ്ഡ് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് എനിക്ക് ഇനി എഗ്ലെസ് എത്ര തന്നെ സോഫ്റ്റാന്ന് പറഞ്ഞാലും ഉള്ളിലൊരു ആദി കിടക്കും, മറ്റേതിൻ്റെ അത്ര ഇല്ലല്ലോ. കാരണം രണ്ടും ഞാൻ എൻ്റെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ എനിക്കറിയാവുന്നതാണ്, ചെയ്യുന്നത് എനിക്കറിയാമല്ലോ. അപ്പോൾ അതൊന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സിറപ്പ് ചേർക്കുന്നു. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ കേട്ടോ കാര്യം. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായി കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഒരു പുസ്തകത്തിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, ഒറ്റമരപ്പെയ്ത്ത് ദീപയുടെ. ആ വീഡിയോ ചെയ്തിട്ട് 4-5 ദിവസമായി കാണും. മിനിഞ്ഞാന്ന് ഞാൻ ഉച്ചയ്ക്ക് ശേഷം വെറുതെ ഒന്ന് കമൻറ്റ് സെക്ഷനിലേക്ക് നോക്കിയപ്പോഴത്തേക്കും അതിൽ ദീപയുടെ കമൻറ്റ് ഉണ്ടായിരുന്നു. അത് ദീപയുടെ ഒരു ഫ്രണ്ട് ദീപയ്ക്ക് അയച്ചു കൊടുത്തിട്ട് അത് കണ്ടപ്പോൾ ദീപയുടെ സന്തോഷം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് ഷെയർ ചെയ്തു. മാത്രമല്ല ദീപയുടെ മറ്റൊരു സുഹൃത്ത് ബാലു സാറ് എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയച്ചിരുന്നു. ദീപയുടെ നമ്പർ തന്നു. ദീപയായിട്ട് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി. അങ്ങനെ വലിയ വലിയ സന്തോഷം ഉണ്ടായിട്ടുള്ള ഒരു ദിവസമായിരുന്നു മിനിഞ്ഞാന്ന്. കേക്ക്സ് എനിക്ക് സ്ഥിരമായിട്ട് തരാറുള്ള അത്ഭുതങ്ങളുടെ നീണ്ട നിരയിലേക്ക് ചേർക്കാവുന്ന ഒരു അത്ഭുതമായിരുന്നു അതും. കാരണം ദീപയുടെ എഴുത്ത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളതാണ്.